Okay, so what's up guys? Welcome back. So DJ Game underscore Pros back. So guys, ഈ പ്രാവശ്യം തൊട്ടാണ് നമ്മൾ ഓക്കെ സപ്പോൾ ഞാൻ ഇന്നലെ പറ്റിയത് എൻ്റെ ഇത് എന്നിട്ടാ കുറച്ച് മൂവ്മെന്റിന്റെ കുഴപ്പമാണോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻഡ് ആണ്. ഈ വീഡിയോ ഇത്തിരി സാഡ് ആയിട്ടുള്ള ടൈപ്പ് വീഡിയോ ആണ് കാണാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയുള്ള ഫൈറ്റിംഗ് സ്റ്റൈല് കോംബാറ്റ് അത് ഞാൻ മാറ്റാൻ പോവുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പൈററ്റ് വില്ലേജിലുള്ളത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്കൈലാൻഡ്സിൽ ഗ്രൈൻഡ് ചെയ്യാനായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തൊട്ടാണ് $200,000 ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തൊട്ട ഫൈറ്റിംഗ് സ്റ്റൈൽ മേടിക്കാൻ പറ്റും ഗൈസ്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, പിന്നെ ലൈക്കും ചെയ്യുക, പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ വെക്കുക ഇങ്ങനത്തെ വീഡിയോസ് മിസ് ചെയ്യാണ്ടിരിക്കാൻ ഗൈസ്. പിന്നെ ഈ വീഡിയോയിൽ 1K ലൈക്സും കൂടി ഉണ്ടായാൽ നല്ലതായിരിക്കും. കാണാം ഞാൻ എൻ്റെ കോംബാറ്റ് പോകാൻ പോവാണ്. എൻ്റെ ഏറ്റവും ആദ്യത്തെ ഫൈറ്റിംഗ് സ്റ്റൈല് അതുകൊണ്ട് ഗൈസ് ഇപ്പം എൻ്റെ ഞാൻ പിന്നെ ഓഫ് സ്ക്രീൻ പ്രോഗ്രസും കൂടി ഉണ്ട്. എൻ്റെ ഇപ്പൊ ലെവല് 186 ആണ് ഗൈസ്. സോ നമ്മളിപ്പോ ഡാർക്ക് സ്റ്റെപ്പ് മേടിക്കാൻ പോയി. ഞാൻ ഇലക്ട്രിക് മേടിക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇലക്ട്രിക് എനിക്ക് ഇപ്പൊ മേടിക്കാൻ പറ്റൂല ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇലക്ട്രിക് ഡാർക്ക് സ്റ്റെപ്പ് മേടിച്ചതിന് ശേഷമാണ് മേടിക്കണത്. ഞാൻ ഈ കോംബാറ്റിംഗ് കൊണ്ട് കുറച്ച് എന്നിട്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനിപ്പോ ആ ബോബീനെ കൊണ്ടോണ്ടിരിക്കുന്നു വെറുതെ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് ബോസസിനെ കൊല്ലണത്. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് എന്നിട്ടാണ് ഈ ചോപ്പ് ഫ്രൂട്ട് കിട്ടി, ഫ്രൂട്ട് നോട്ട് ഫയറിംഗ് സിസ്റ്റം. പിന്നെ അതിന് ശേഷം ഡാർക്കും കൂടി കിട്ടി ഗൈസ്. അത് ലക്കിയായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ ഇതിന് ശേഷം ഫ്രൂട്ട് ഒന്നും കൂടി റോൾ ചെയ്യും ഗൈസ്. അപ്പൊ ഞാൻ എന്നിട്ട് ബോബീനെ കൊല്ലാൻ പോയ കോംബാറ്റും കൊണ്ട് മാത്രം. കാരണം കോംബാറ്റ് ഗൈസ് പിന്നെ ഞാൻ അവസാനം ലൈറ്റിന്റെ എല്ലാ മൂവ്സും ഷോക്കേസ് ചെയ്യാം. കാരണം എനിക്ക് ലൈറ്റിന്റെ അവസാനത്തെ മൂവ് ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ ബോബനെ കൊല്ലാൻ പോയ കോംബാറ്റും കൊണ്ട് മാത്രം. വാട ബോബ ഓക്കെ ഓക്കെ ഇപ്പൊ ചെറുതായിട്ടൊന്ന് നീങ്ങിരിക്കാൻ കഴിച്ചപ്പോൾ ഇവന്റെ പേര് ബോബിനെ ഞാൻ ബോബനൊന്ന് വിളിക്കാൻ കൂടി ചെയ്യും. കാരണം ഞാൻ എന്റെ കൂട്ടുകാരനും അങ്ങനെ വിളിക്കണത്. ബോബൻ എന്നിട്ടാണ് ചോപ്പ് ഫ്രൂട്ട് ഉപയോഗിക്കണ. ഇങ്ങനെ ഡാൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഉണ്ട്, അത് ഉപയോഗിക്കും. അയ്യോ പണിപ്പോ അത് ബന്ധായിരുന്നോ ഗൈസ്. അപ്പോൾ കോംബാറ്റിന്റെ ഫൈനൽ ടൈം ആവാറായി ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ചെറിയ ട്യൂട്ടോറിയലും കൂടി ആക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടാണ് കോംബാറ്റ് മാറ്റി വേറെ ഫൈറ്റിംഗ് സ്റ്റൈൽ ആണെങ്കിൽ ഡാർക്ക് സ്റ്റെപ്പ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടാവും. അത് ഇത് ഇങ്ങനെ ഇത് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പോവാം, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയും പോവാം ഗൈസ്. ഞാൻ മാറ്റി വെക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് ഇത് കാണിച്ചു തരാം. കോംബാറ്റ് നോർമൽ ലെഫ്റ്റ് ക്ലിക്സ് അത് കുഴപ്പമില്ല. 72 ഡാമേജ്. പിന്നെ ക്വിക്ക് ടാക്കിൾ, പിന്നെ അവസാനത്തെ ഗ്രൗണ്ട് സ്മാഷ്. അപ്പോൾ ഇത്രയും എബിലിറ്റി കോംബാറ്റിനുള്ളൂ. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കോംബാറ്റ് മാറ്റാൻ പോകുകയാണ്. അപ്പോൾ ഗൈസ് കോംബാറ്റ് മാറ്റും എന്നിട്ട് കമൻസിൽ റെസ്റ്റിൻ റിപ്പ് കോംബാറ്റ് എന്ന് പറഞ്ഞിട്ടോ. പിന്നെ നിങ്ങൾക്ക് കോംബാറ്റിന് എനിക്ക് കോംബാറ്റ് എന്തുട്ടാ 10 out of 9 ആയിരിക്കുമ്പോഴാണ് കാരണം ഇത് ഡാമേജ് ചെയ്യില്ല. പക്ഷേ കട്ട വേറെസ്റ്റും കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബിഗിനിങ് ഗൈസ്. അപ്പോൾ ഇവിടെ ഡാർക്ക് സ്റ്റെപ്പ് ടീച്ചർ Yo, would you like to learn the dark step fighting style for $150? This style allows you to attack your opponents with powerful kicks and has 3 special abilities. I suppose ഞാൻ ലേൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കോംബാറ്റിന്
ഒരു ബൈ ബൈ. ഈ കോമ്പാറ്റിനെ ഈ അക്കൗണ്ട് ഒരിക്കലും കിട്ടൂല. റെഡി 3 2 1 ലേൺ. എന്റെ ഹോക്കി കയ്യിൽ നിന്ന് മാറും. എന്റെ ഹോക്കി ഇപ്പൊ കാലിലോട്ടേക്ക് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എനിക്കിപ്പോ ഡാർക്ക് സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട്. എന്റെ കൂട്ടാനെ ഇപ്പൊ ഇലക്ട്രിക് ആണ്. ഡാർക്ക് സ്റ്റെപ്പിന്റെ എല്ലാ എബിലിറ്റീസും കിട്ടി ഗൈസ്. അപ്പൊ ഞാൻ തീർച്ചി എന്നിട്ടാണ് സ്കൈലാൻഡിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറെ മാസ്റ്ററി എനിക്ക് കിട്ടും. അപ്പൊ ഫോൺ വെക്കുമ്പോ നമുക്ക് ലക്ക് ടെസ്റ്റ് ചെയ്യാം. ഡാർക്ക് സ്റ്റെപ്പ് കിട്ടിയതിന്റെ അപ്പൊ എനിക്ക് വേറെ ഒരു ഇതും കൂടി ചെയ്യണം. ഇത് മേടിച്ച ശേഷം ഫ്രൂട്ട് ഞാൻ ഇപ്പൊ ഫ്രൂട്ട് റോൾ ചെയ്യണം. കാരണം എനിക്കറിഞ്ഞൂടെ സിയോലിസ്. ഞാൻ നന്നായിട്ട് അറിയാം സിയോലിസ് എന്തായാലും എന്നെ സ്കാം ചെയ്യും. ഇപ്പൊ അത് എന്തായാലും ഉറപ്പാണ്. അപ്പൊ ഞാൻ ഇന്ന് കളിക്കുമ്പോ കോമഡിയില് ഇത് ഒരു കാര്യം കണ്ടായിരുന്നു. ഒരാൾ സിയോലിസ് പ്ലീസ് ഗീവ് മീ എ ഗുഡ് ഫ്രൂട്ട്സ്, യു ആർ എ ബെസ്റ്റ് ആഡ്മിൻ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കുറെ പേര് കളഞ്ഞുണ്ടെങ്കിൽ സിയോലിസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഫ്രൂട്ട് ഗാച്ചയുടെ ഒരു NPC മാത്രമല്ല, ബ്ലോക്ക് ഫ്രൂട്ടിന്റെ ഒരു ആഡ്മിനും കൂടിയാണ്. അപ്പൊ ഇതാണ് ഏറ്റവും ആദ്യത്തെ എബിലിറ്റി, ഫ്ലൈയിങ് കിക്ക്. ഗൈസ് ഫ്ലൈയിങ് കിക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ ഇത്തിരി പാടാണ്. PC-ൽ ആണ് ഫ്ലൈയിങ് കിക്ക് നല്ലത് ചെയ്യാനായിട്ട്. പിന്നെ ബ്രേക്ക് ഡാൻസ് ഒരു നല്ല മൂവാണ്. കാരണം കുറച്ച് നേരത്തേക്ക് എനിമീനെ സ്റ്റണ്ട് ചെയ്യും. ബറാജിലും കുഴപ്പമില്ല. ഓവർ ഹിറ്റ് ഗൈസ്. ഇവിടെ വേറെ ലൈറ്റ് യൂസ് എന്താപ്പോൾ എനിക്കൊന്ന് ആണ്. നോ റിവാർഡ് സസ്പെഷ്യസ് കില്ല. ഇത് എത്ര ഡാമേജ് നോക്കാം. നോർമൽ ലെഫ്റ്റ് ക്ലിക്സ് 100 കുഴപ്പമില്ല. സ്റ്റാറ്റ്സ് ഹയർ. ഞാൻ ഇപ്പൊ സ്റ്റാറ്റ്സ് ഹയർ ഇനി ഫ്ലൈയിങ് കിക്ക്. ഡാമേജ് കണ്ടില്ല. ഞാനിവിടെ ഗൈസ് അതെന്റെ പൊട്ടത്തരമാണ്. എന്റെ ഇതിനിപ്പോഴും ഇത് കിട്ടുന്നുണ്ട്. അതായത് എന്റെ ഓളെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ എടുത്തതുകൊണ്ട് കുറച്ച് ഇത് മാറി. ഓക്കെ അപ്പൊ ഫ്ലൈങ് ട്രൈ ചെയ്യാം. എനിക്കയിന്നൊരു ഞാൻ അപ്പോൾ ഫൗണ്ടനിലോട്ടേക്ക് പോവാന്ന് കുറിച്ച് ഞാൻ ഫൗണ്ടനിലോട്ടേക്ക് പോയത്. അപ്പോൾ അവിടെ എനിക്ക് കുറെ മാസ്റ്റർ കിട്ടുന്നുണ്ട് ഡാർക്ക് സ്റ്റെപ്പിൽ. ഫൗണ്ടൻ അപ്പൊ ഇതാണ് സ്കൈ ബീം ബറാജ്. ഞാൻ സ്കൈ ബീം ബറാജിനെ ചെറിയൊരു കോമ്പോ ഉണ്ട് ഗൈസ്. അത് ഞാൻ ആദ്യം സ്കൈ ബീം ബറാജ് ഉപയോഗിച്ചിട്ട് എക്സ് ബറാജ് ഓഫ് ലൈറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ആള് സ്റ്റണ്ടും കൂടി ആകുമ്പോൾ അവിടെ ഡാമേജും കിട്ടും. ഫൗണ്ടൻ ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്ത് ഞാനൊന്ന് പോയി നോക്കാം. ഇവിടെ എവിടെയാണ് ഫൗണ്ടൻ? പിന്നെ എൻ്റെ ഫ്രൂട്ടിൽ കോമൺ ഫ്രൂട്ട്സ് ഫിനിഷ് ആവാനായിട്ട്
പോലെ ഇവഴിനെ കൊല്ലണ കുറച്ച് അപ്പൊ ഇങ്ങനെ വോളിയും കൂടി അവരിൽ ഇരിക്കുക. പക്ഷെ അവര് പുറത്ത് പോവുകയാണെങ്കിൽ അവര് ലോങ് റേഞ്ച് ഉപയോഗിക്കും. നമ്മളടുത്ത് തന്നെയാണെങ്കിൽ അവർ ലോങ് റേഞ്ച് ഉപയോഗിക്കില്ല. അങ്ങനെ നമ്മൾ കൂടുതൽ ദൂരത്ത് അവരുടെ എത്തുന്ന പോയി അവർ ലോങ് റേഞ്ച് അറ്റാക്ക് ഉപയോഗിക്കും. ഓക്കെ, ഇനി മുതൽ ഞാൻ ഡാർക്ക് സ്റ്റെപ്പ് ഉപയോഗിക്കും. Okay, 29 master കിട്ടി guys. ഇവരുടെ ഹോക്കി ഇല്ല, അപ്പോൾ നമ്മൾ ഇവരുടെ ലെവലിൽ കഴിഞ്ഞു പോയാണെങ്കിൽ ഇവർക്ക് നമ്മളൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ബ്ലൂ കളർ പാർട്ടിക്കിൾസ് ഞാനിപ്പോ കണ്ടുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഒന്ന് റീപ്ലേ ചെയ്തൊന്ന് നോക്ക്. ഞാൻ ഇപ്പൊ എപ്പോഴും അങ്ങനെ ഒരു പാർട്ടിക്കിൾസ് കാണാറുണ്ട്. ഒരുത്തനെയും കൂടി കൊന്നാല് ബ്രേക്ക് ഡാൻസ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ബ്രേക്ക് ഡാൻസ് കിട്ടി. ബ്രേക്ക് ഡാൻസ് ഇങ്ങനെയാണ് ഗൈസ്, ഇങ്ങനെയാണ് ബ്രേക്ക് ഡാൻസ് അബിലിറ്റി. അപ്പൊ ഞാൻ തീർച്ചയായും ജംഗലിലോട്ടേക്ക് പോവുകയാണ്. ഞാൻ എന്റെ PvP ഡിസേബിൾ ആയത് നല്ലത്. അപ്പൊ ഇവിടെ PvP നടക്കുകയാണ്. ഗാലയില് ഗോസ്റ്റ് ഉണ്ട്. സെക്കൻഡ് സീലാണ് കാണാൻ തൊട്ടാണ്. ബ്ലാക്ക് സ്പൈക്കി കോട്ട ഉണ്ട്, അത് സെക്കൻഡ് സീല് ഫ്രൂട്ട് ഇത് ലക്കോക്ക സിയോലിസ് നല്ലത്. ലൈറ്റ് ഫ്രൂട്ട് കിട്ടി ഗൈസ്. നമ്മുടെ ലക്ക് നല്ലതായിരുന്നു. വേറെ ലൈറ്റ് ഫ്രൂട്ടും കൂട്ടി കിട്ടി ഗൈസ്. അപ്പൊ ഞാനിപ്പോ നല്ല എക്സൈറ്റ്. ഈ ലൈറ്റ് ഫ്രൂട്ടിന്റെ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാല് കാണാൻ കിട്ടാണ്. ഞാൻ അറിയാണ്ട് ലൈറ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഫ്രൂട്ട് കഴിച്ചാല് ഞാൻ എന്തുട്ടാ ലൈറ്റ് തിരിച്ച് കിട്ടാനായിട്ടാണ് ബാക്കപ്പിന് വേണ്ടി എന്തുട്ടാണ് എന്റെ ഫ്ലെയിമും കൂടിയുണ്ട്. സ്മോക്ക് ഉണ്ട് എന്റെ പഴയ ഫ്രൂട്ട്. എന്റെ ഏറ്റവും ആദ്യത്തെ ഫ്രൂട്ടാണ് സ്മോക്ക്. ഞാൻ എപ്പോഴും എന്തുട്ടാണ് സ്മോക്ക് ഐസ് ഇപ്പൊ ലൈറ്റ്. ഞാൻ ലുഗിയ ടൈപ്പ് ഫ്രൂട്ട്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതുവരെ. വേറെ ഒരു ടൈപ്പ് ഫ്രൂട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല.
ഗൈസ് വേറെ അക്കൗണ്ടിലൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഗൈസ്. അപ്പൊ ഞാനിപ്പോ മറീൻ ഫോർട്രസിൽ ചെന്ന് വൈസ് അഡ്മിറലിനെ കൊല്ലാം. അപ്പോൾ എനിക്ക് പൈസയും കൂടി കിട്ടുമ്പോ ഞാൻ ട്രിപ്പിൾ കണ്ടായനെ മേടിക്കുക. അതാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ചാൻസസ് ഉണ്ടാവും ആരെങ്കിലും എന്നെ PvP ഒക്കെ വരികയാണെങ്കിൽ. എനിക്കൊന്ന് ഗ്രേ ബിയർഡ് പോണേ നല്ല XP തന്നെയാണ്. ഗ്രേ ബിയർഡ് SP മാസ്റ്ററി ഗ്രേ ബിയർഡിനെ കൊല്ലണമെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ഗ്രേ ബിയർഡ് ലൗഡ് ടോമകളുടെ അക്രോസ് ദ സീന്ന് കേട്ടാൽ അത് ഗ്രേ ബിയർഡ് ഫൈറ്റ് ചെയ്യാനായിട്ട് എന്തിട്ടാണ് നിങ്ങൾക്ക് വല്ല സെക്കൻഡ് സി അല്ലെങ്കിൽ തേർഡ് സിയിലത്തെ ഫ്രണ്ട്സ് ഉണ്ടാവണം. ഗ്രേ ബിയർഡ് കട്ട ഹാർഡായിരിക്കും. നിങ്ങൾക്ക് പിന്നെ ബസൻ്റെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഗ്രേ ബിയർഡിനെ ബസൻ്റെ കൊണ്ട് കൊല്ലണത്. കാരണം ബസൻ്റെ ഒക്കെ V2 ഉണ്ട്, സൈബറിനും V2 ഉണ്ട്. ഇനി നമ്മൾക്ക് ഒരു ബൗണിയുടെ എമൗണ്ട് വേണം ഗൈസ്. അപ്പോൾ ഇപ്പൊ വൈസ് അഡ്മിറൽ ഉണ്ടാകും നോക്കിയില്ല. വൈസ് അഡ്മിറൽ ചിലപ്പോ ഉണ്ടാവൂല ഗൈസ്. അപ്പൊ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് വൈസ് അഡ്മിറൽ ഇവിടെ ഉണ്ട്. എനിക്ക് ഡാർക്ക് സ്റ്റെപ്പിന് കുറച്ച് കോമ്പോസ് ഒക്കെ പഠിക്കണം. എനിക്കധികം കോമ്പോസ് ഒന്നും അത്ര ബ്രേക്ക് ഡാൻസ് ഓക്കെ. ഇനി ഇവിടെ ഒന്നും മാറാം, അല്ലെങ്കിൽ അവൻ എന്നാ ബ്രേക്ക് ഡാൻസ്. അതെങ്ങനെ ഡോജ് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ സ്കൈ ബീം മരിച്ചാനെ എന്റെ എനർജി ഫുള്ളാണ്. പക്ഷെ എന്റെ ഹെൽത്ത് ബ്ലാക്ക് കേപ്പ് ഇപ്പൊ ഇടാണ് നല്ലതായിക്കൊന്ന് തോന്നുന്നത്. പക്ഷെ എന്റെ 70 എനിക്ക് മോർട്ടൽ ബീമിന്റെ ടൈറ്റിൽ കിട്ടും. അറിയാണ്ട് ഞാൻ ചെറിയ പൊട്ടത്തരം കാണിച്ചു ഗൈസ്. അപ്പൊ കട്ടലോയാണ് ഗൈസ്. ബ്രേക്ക് ഡാൻസ് ഞാൻ ഇവിടെ ഇപ്പൊ ഒബ്സർവേഷൻ ഹോക്കി ഇല്ലാണ്ട് ഡോജ് ചെയ്ത് അയ്യോ കുഴപ്പമില്ല. ഹീലാവാണ്ട് വീണാ മതി വൈസ് അഡ്മിറല്. ബ്രേക്ക് okay. Okay, so അപ്പൊ എനിക്ക് പൈസ ആയിട്ടുണ്ട്. പൈസ ഞാൻ കുറെ മാസ്റ്റർ വിചാരിച്ചു, പക്ഷെ അധികം മാസ്റ്റേഴ്സ് കിട്ടിയില്ല. ഞാനിപ്പോ ചെറുതായിട്ടൊരു ഡൗട്ടിലാണ്. ഞാൻ എന്റെ ബ്ലാക്ക് കേപ്പ് ഇടണോ അല്ലെങ്കിൽ ഈ കോട്ട് ഇടാൻ തോന്നുന്നു. കാരണം ബ്ലാക്ക് കേപ്പിൽ 100 ഹെൽത്ത് കിട്ടും. എല്ലാത്തിലും 5% ആയിട്ട് എന്തിട്ടാണ് ബൂസ്റ്റും കൂടി കിട്ടും. ഇവിടെ എനിക്ക് എട്ടിരിക്കണം ഒട്ടും ഇഷ്ടമല്ല. എട്ടിനെ കുറെ പ്രാവശ്യം കൊന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഒരു പൈപ്പ് മേടിക്കായിരുന്നു. പൈപ്പ് എന്തിട്ടാണ് അടുത്തത് എന്തിട്ടാണ് സേവ് ഗസ്റ്റ്. അപ്പൊ പൈപ്പ് ചതിക്കുമ്പോ
where would you fit a fourth anyway? അതാണ്. പക്ഷെ പൈപ്പ് ഞെക്കുമ്പോ നോക്കിക്കോ, പൈപ്പ് റിയലി പൈപ്പ് മേടിക്കണം നല്ലതായിരിക്കും. കാരണം പൈപ്പിന് നല്ല എബിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ട്രിപ്പിൾ കണ്ടാനേയും കൂടി കിട്ടി. എന്റെ ഏറ്റവും അധികം അൺകോമൻസ് ഓട് ട്രിപ്പിൾ കണ്ടാനയുടെ ഏറ്റവും ആദ്യത്തെ അബിലിറ്റി അൺലോക്ക് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ലൈറ്റ് നമ്മൾ ഹെൽത്ത് കുറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡ് കുറയും. അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ടെപ്പ് മേടിച്ചത് നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട് ഇപ്പൊ ഇവിടെ. അപ്പോൾ നിങ്ങള് വരികയാണെങ്കിൽ തന്നെ ഫ്ലാഷ് ടെപ്പ് ഞാൻ മേടിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഫ്ലാഷ് ടെപ്പ് കുറേ കൂടി ലെവലാകുമ്പോൾ മേടിക്കണമായിരിക്കും നല്ലത് എന്ന് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ നേരത്തെ മേടിച്ചാൽ ഓരയും എയർ ജമ്പൊന്നും മേടിക്കാൻ പറ്റില്ല. ഓരയും എയർ ജമ്പ് മേടിക്കാൻ നിങ്ങൾക്ക് നല്ല ഒരു മണിയുടെ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ നല്ല അപ്പൊ ഞാനൊന്ന് ഇപ്പൊ അധികം ഡാമേജ് ചെയ്യാതിരുന്ന ഞാൻ എല്ലാവരും മെയിലി ഡിഫൻസ് തോന്നിട്ടത്. സ്ലോവായി ഞാൻ ഇതും കൊണ്ട് ഇതിപ്പോ വേറും ട്രിപ്പിൾ കണ്ടാനാണ്. ഇതിനെന്തൊട്ടാണ് ട്രൂ ട്രിപ്പിൾ കണ്ടാനുണ്ട് ഗൈസ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അബിലിറ്റി എയർ സ്ലാഷ്. ഇപ്പോൾ ഇവർ പിടിക്കുമ്പോൾ അത് വീണിട്ടുണ്ട് ഗൈസ്. ഇത് ഇങ്ങനത്തെ അതേ അബിലിറ്റി തന്നെയാണ് വൈസ് ആഡ്മിറൽ നമ്മളെ ചെയ്യണത് ഗൈസ്. പിന്നെ ഈ കോട്ട് ഈ കണ്ടാന് കൊണ്ടൊരു കോമഡി സംഭവിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരനെ എന്തൊട്ടാണ് ഈ കോട്ട്. അപ്പോൾ അവന് കോട്ട് 20 പ്രാവശ്യം ഞങ്ങൾ മൊത്തം വൈകുന്നേരം സർവർ ഹോപ്പ് ചെയ്ത് കൊന്നു. എന്നിട്ട് കിട്ടിയില്ല. പക്ഷെ ഞാൻ 3 പ്രാവശ്യമായപ്പോൾ അപ്പം തന്നെ എനിക്ക് കോട്ട് കിട്ടി. അവസാനം ട്രിപ്പിൾ കണ്ടാനെ കൊണ്ട് കൊന്നപ്പോൾ ഞാൻ ഇതൊരു ഐഡിയ ലൈറ്റിന്റെ സ്കൈ ബീം ബറാജും ബ്രേക്ക് ഡാൻസ് ഒക്കെ കണ്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ നോട്ടിഫിക്കേഷനും വെക്കുക. ഇനി വീഡിയോ മിസ്സാവാണ്ടിരിക്കാനായിട്ട് ഞാൻ പിന്നെ മറ്റേ
വീഡിയോയുടെ പാർട്ട് 2 ഇറക്കും. ബെസ്റ്റ് ഗെയിംസ് ഓഫ് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സിൻ്റെ പാർട്ട് 2 ഞാൻ പെട്ടെന്ന് തന്നെ അത് ഇടക്കും. അപ്പോൾ അത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. സോ DG Gamers